ഇനി നാട്ടുവോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. മുളന്തുരുത്തി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയായ ആൻസാറ ജോൺസനാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ മിടുക്കി. നിയമ വിദ്യാർത്ഥിനിയായ ആൻസാറ നല്ലൊരു പാട്ടുകാരിയും നർത്തകിയും കൂടിയാണ്. തൃശ്ശൂരിലെ ലോ കോളേജിലെ പഠനത്തിനൊപ്പം ചെറിയ കുട്ടികൾക്കായി ഡാൻസ് ക്ലാസ്സുകളും ആൻസാറ നടത്തുന്നുണ്ട്. ആൻസാറയുടെ വിശേഷങ്ങൾ കാണാം. നാളെ പെയ്ത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഒപ്പമുള്ളത്, ആൻസാറ ജോൺസൺ. മുളന്തുരുത്തി ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് ആൻസാറ മത്സരിക്കുന്നത്. ഒരു 10ാം ക്ലാസ് ആയപ്പോൾ തൊട്ട് കോവിഡ് കാലത്തായിരുന്നു ഞാൻ കുറച്ചും കൂടി ആക്റ്റീവുമായി സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിന് മുമ്പ് എല്ലാ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയും പ്രസംഗം പാട്ട്, ഡാൻസിന് ഡാൻസ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. സജീവമായി തുടങ്ങിയത് ഈ കോവിഡ് കാലത്തായിരുന്നു. അത് കഴിഞ്ഞ് തുരുത്തിക്കര സയൻസ് സെൻറ്ററിൽ പ്രവർത്തിക്കുകയും ഇപ്പോൾ അവിടുത്തെ യുവസമിതിയുടെ പ്രസിഡൻ്റാണ്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ഇന്ന് സ്ഥാനാർത്ഥി എന്നൊരു പദവി തന്നിരിക്കുന്നത്. നിയമ വിദ്യാർത്ഥിയാണ്, ഒപ്പം കലാകാരിയാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എല്ലാം അതിൻ്റേതായ ഒരു താളത്തിനും ഓളത്തിനും പോകുന്നുണ്ട്. എല്ലാ പ്രസ്ഥാനത്തും നിൽക്കുമ്പോഴും വരുന്ന തിരക്കുകളാണെങ്കിൽ പോലും അതെല്ലാം എത്തിച്ചേരാനും ഓരോ കാര്യങ്ങൾ എനിക്ക് തരുന്ന ഡ്യൂട്ടികൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അച്ഛനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. എങ്ങനെയാണ് രണ്ട് മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു അതെങ്ങനെയാണ്? അപ്പോൾ ഇതിനോട് നോ പറഞ്ഞിട്ടില്ല. അതായത് എൻ്റെ അഭിപ്രായം എന്താണോ, എനിക്ക് എന്താണോ ഇഷ്ടം, അതിനോട് എൻ്റെ അപ്പയോ അമ്മയോ ഇതിനോട് നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുൻപന്തിയിൽ നിന്ന് എന്നെ നയിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത്, എല്ലായിടത്തോട്ട് ഓടി എത്തണതൊക്കെ അപ്പം തന്നെയാണ്. അമ്മയും കൂടെ വരുന്നുണ്ട് എല്ലാ കാര്യത്തിനും തന്നെ. യുവത്വത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ആൻസാറയ്ക്കും അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. സച്ചിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1 കൊച്ചി.